ആത്മഹത്യ ചെയ്തങ്ങ് പോയാൽ അവിടെ കയറ്റില്ല എന്നറിയാം. ആ ഒരു ഒറ്റ പേടിയുണ്ടാണ് ഞാൻ ആത്മഹത്യ ചെയ്യാത്തത്. ഈ കഴിഞ്ഞ ആഴ്ചകളിൽ പ്രാർത്ഥനയിൽ ഇവിടെ ഇരുന്നപ്പോൾ ദൈവം സംസാരിച്ച പല കാര്യങ്ങളിലും ഒന്ന്, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പലപ്പോഴും നമ്മൾ ലോകത്തുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് ഇങ്ങനെയുള്ള വിശേഷ പ്രാർത്ഥനാ സമയങ്ങളിൽ. പക്ഷേ നമ്മുടെ ലോക്കൽ ചർച്ചിന് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുന്നില്ല. അപ്പോൾ ഇന്നലെ വളരെ വ്യക്തമായി ദൈവം പറഞ്ഞു, പ്രേ ഫോർ ദ ചേർച്ച്. എന്തു പ്രാർത്ഥിക്കണം? ദൈവം തന്നെ സഭയെ പണിയണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഏതാ വാക്യം? 127 സങ്കീർത്തനം 1 വാക്യം. എന്താണ്? യഹോവ വീട് പണിയുന്നില്ല എങ്കിൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം വീട് ആരാ പണിയേണ്ടത്? യഹോവ അല്ലേ? ഇനി യഹോവ അല്ല പണിയുന്നെങ്കിൽ പണിയുന്നവർ, അത് എത്ര വലിയ പാസ്റ്ററായാലും, എത്ര മൂപ്പന്മാർ ചേർന്നാണെങ്കിലും, എത്ര വലിയ കമ്മിറ്റി ആണെങ്കിലും, പണിയുന്നവർ ദി ബിൽഡ് ഇൻ വെയിൻ അല്ലേ? അവർ കിടന്ന് വൃഥാ അധ്വാനിക്കുക. അതുകൊണ്ട് കർത്താവെ, ദൈവസഭയെ ദൈവമേ അങ്ങ് പണിയണമേ. പുതിയ നിയമത്തിൽ യേശു എന്താ പറഞ്ഞത്? ഞാൻ എൻ്റെ സഭയെ പണിയും. എൻ്റെ അർത്ഥം സഭ ആരുടേതാ? കർത്താവിൻ്റെ, യേശുവിൻ്റേതാണ് സഭ. അങ്ങനെയാണെങ്കിൽ യേശു പണിയുന്ന സഭയിലേക്കാണ് ദൈവം നമ്മളെ കൊണ്ടുവന്നത്. സഭ ഒരിക്കലും ഒരു പാസ്റ്ററിൻ്റെ അല്ല, ഒരു സംഘടനയുടെയോ സമുദായത്തിൻ്റെയോ ഒന്നുമല്ല, യേശുവിൻ്റേതാണ്. അതിനുവേണ്ടി രക്തം കൊടുത്ത അവസാന തുള്ളി വരെ തന്ന ആ കർത്താവാണ് സഭയെ പണിയുന്നതെങ്കിൽ ഞങ്ങൾ ഇന്നലെ പ്രാർത്ഥിച്ചു എല്ലാവരും ചേർന്ന്, കർത്താവേ സഭയെ അങ്ങ് പണിയണമേ. ഇന്ന് ഈ ഒരുമിച്ച് കൂടി വന്നിരിക്കുമ്പോഴും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കണം, കർത്താവേ സഭയെ അങ്ങ് പണിയണമേ, അങ്ങ് പണിയണമേ കർത്താവേ. അങ്ങയുടേതാണെങ്കിൽ കർത്താവേ അങ്ങ് ഇഷ്ടമുള്ളതുപോലെ പണിഞ്ഞാട്ട് കർത്താവേ, ഞങ്ങളുടെ ഇഷ്ടങ്ങളൊന്നും വേണ്ട. പലപ്പോഴും നമ്മൾ സഭ എവിടെയെങ്കിലുമൊക്കെ കണ്ടതോ കേട്ടതോ അല്ലെങ്കിൽ ശീലിച്ചതോ പരിശീലിച്ചതോ ഒക്കെയാണ് നമ്മൾ സഭയെന്നും പറഞ്ഞ് നമ്മളീ പണിയുന്നത്. പക്ഷെ അതല്ല, അങ്ങയുടെ ഇഷ്ടം എന്തോ ഈ പട്ടണത്തിൽ കർത്താവെ ഞങ്ങളെ നിർത്തിയിരിക്കുന്നെങ്കിൽ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങളെ പണിയണമേ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ അതേ വാക്യത്തിൽ തന്നെ എന്താണ്? യഹോവ പട്ടണം കാക്കാതെ ഇരുന്നാൽ കാവൽക്കാർ വൃഥാ ജാഗരിക്കുന്നു. അതിൻ്റെ അർത്ഥം കർത്താവ് പണിയുന്ന സഭയെ കർത്താവ് തന്നെ, ഹി ഹാസ് ടു കീപ്പ് ഇറ്റ്, ഹി ഹാസ് ടു ഗാർഡ് ഇറ്റ് ആൻഡ് ഹി ഹാസ് ടു പ്രൊട്ടക്റ്റ് ഇറ്റ്. അങ്ങനെയാണെങ്കിൽ സഭയെ ആരാ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്? കർത്താവ് തന്നെയാണ്. ഇന്ന് നമ്മുടെ ഒരു പ്രശ്നം, കർത്താവ് പണിയുന്ന സഭയെ നമ്മൾ കയറി അങ്ങ് പ്രൊട്ടക്റ്റ് ചെയ്യുക. വൈ ഷുഡ് വി ഡു ദാറ്റ്? വി കാൻ ഡു ഇറ്റ്. നമ്മൾ വെറുതെ ആയി കിടന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. കർത്താവ് പ്രൊട്ടക്റ്റ് ചെയ്യണം അല്ലേ? കർത്താവ് പ്രൊട്ടക്റ്റ് ചെയ്യണം. അങ്ങനെയെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവെ ദൈവസഭയെ എൻ്റെ കർത്താവെ അങ്ങ് പ്രൊട്ടക്റ്റ് ചെയ്യണമേ, അങ്ങ് കർത്താവെ അവിടുന്ന് സൂക്ഷിച്ചു കൊള്ളണമേ, അങ്ങ് കാത്തുകൊള്ളണമേ കർത്താവെ, അങ്ങ് പരിപാലിച്ചു കൊള്ളണമേ കർത്താവെ എന്നൊരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാമോ? 2 കാര്യം ഞാൻ പറഞ്ഞു. എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ, ഹീ ഷുഡ് ബിൽഡ് ഇറ്റ്. നമ്പർ 2, ഹീ ഷുഡ് ഗാർഡ് ആൻഡ് കീപ്പ് ആൻഡ് പ്രൊട്ടക്റ്റ് ഇറ്റ്. ഇത് നമുക്കൊന്ന് പ്രാർത്ഥിക്കണം. സഭയെ സംബന്ധിച്ചോളം ഏറ്റവും, ദിസ് ഇസ് എ വെരി ഗുഡ് പ്രേയർ ദാറ്റ് വി ഷുഡ് ബി പ്രേയിങ്. എന്താണ്? ലോർഡ്, യു ബിൽഡ് യുവർ ചർച്ച് ആൻഡ് യു കീപ്പ് ഇറ്റ് ആൻഡ് പ്രൊട്ടക്റ്റ് ഇറ്റ് ആൻഡ് ഗാർഡ് ഇറ്റ്. ഓക്കെ, ഒരു നിമിഷം നമ്മൾ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാൻ പോവുക. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ ദൈവസഭയെ അവിടുന്ന് കർത്താവേ, ദൈവസഭയെ അവിടുന്ന് പണിയണമേ. ഞങ്ങൾ കർത്താവെ അങ്ങയുടെ കൂടെ കൂട്ടുപണിക്കാർ മാത്രമാണ്. പക്ഷേ കർത്താവെ അങ്ങാണ് ശില്പി. കർത്താവെ ബ്ലൂ പ്രിൻ്റ് അങ്ങയുടേതാണ്. കർത്താവെ സഭ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ഹൃദയത്തിലെ സ്വപ്നമാണ് കർത്താവെ. അതൊരു യാഥാർത്ഥ്യത്തിലേക്ക് അങ്ങ് ഈ ഭൂമിയിൽ 2000 കൊല്ലം മുമ്പ് കൊണ്ടുവന്നുവെങ്കിൽ അത് കർത്താവെ അവിടുന്ന് ഇഷ്ടമുള്ളതുപോലെ, അവിടുത്തെ ഹിതം പോലെ പണിയുവാൻ കർത്താവെ ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നത്. കർത്താവെ ഞങ്ങളല്ല കർത്താവെ പണിയുന്നത്, ഞങ്ങളുടെ കർത്താവാണ് പണിയുന്നത്. ഈ സഭയെ കാക്കേണ്ടതും കർത്താവെ ഞങ്ങളല്ല, ഞങ്ങളുടെ കർത്താവാണ്. അതുകൊണ്ട് സഭയെ അങ്ങയുടെ കരുത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടെ നിന്ന് ഇങ്ങനെ ചെയ്തിരിക്കാതെ സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. അത് പ്രാർത്ഥിച്ചപ്പോൾ ഒരു ഭയങ്കര ആശ്വാസം. പലപ്പോഴും ഈ പറഞ്ഞ പോലെ കർത്താവിൻ്റെ സഭയെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പോകുമ്പോഴാണ് കുഴപ്പം അല്ലേ? കർത്താവ് പണിയേണ്ട സഭയെ കയറി നമ്മൾ പണിയുമ്പോഴായി കുഴപ്പം. നമ്മളെ കൂട്ടുവേലക്കാരായി നമ്മളെ കൂടെ കൂട്ടി. പക്ഷേ പലപ്പോഴും ഈ ആരാണോ പ്രധാന ശില്പിയായിട്ട് നിൽക്കുന്നത് അദ്ദേഹത്തെ കവച്ചു വെച്ച് നമ്മൾ കയറി പണിഞ്ഞളയും. അതാണ് ഈ പ്രശ്നം. അങ്ങനത്തെ പണിയും വേണ്ട. നമുക്ക് പുറകോട്ട് നിന്നിട്ട് കർത്താവ് മുന്നിൽ നിന്ന് പണിയട്ടെ, നമുക്ക് തൻ്റെ കൂടെ നമുക്ക് നിൽക്കാം. ഓക്കെ, അടുത്തത് പ്രാർത്ഥിച്ച എന്താണെന്നറിയാം. ഇന്നലെ അതും ഇവിടെ പരസ്യമായിട്ട് പ്രാർത്ഥിച്ചില്ലാത്തൊരു കാര്യമാണ് ഇന്നലെ പ്രാർത്ഥിച്ചു. ഇന്നലെ 30-ാം തീയതി ഈ വർഷത്തെ അവസാനത്തെ ബാങ്ക് വർക്കിംഗ് ഡേ ആയിരുന്നു.
അപ്പോൾ സാധാരണ ഈ ചർച്ചിൽ ഉള്ള അലവൻസുകൾ, പ്രത്യേകിച്ച് കർത്താവിൻ്റെ വേല പൂർണ്ണമായിട്ട് ചെയ്യുന്ന ഏകദേശം 6-7 പേർക്ക് എല്ലാ മാസവും ഇവിടുന്ന് അലവൻസും കാര്യങ്ങളും പോകുന്ന കാര്യം നിങ്ങൾക്കറിയാം. പിന്നെ മിഷണറി പ്രവർത്തനങ്ങൾക്കുള്ളതും പെൻഷനുള്ളതും ഒക്കെ ഇവിടുന്ന് ഒരുപാട് പോകുന്നുണ്ട്. അപ്പോൾ അതിനുള്ള പണം വേണം. അപ്പോൾ ഇന്നലെ ഒരു കാര്യം മനസ്സിലായി. ഈ പറഞ്ഞ പോലെ ഉച്ചയ്ക്ക് ഇന്നലെ ഈ പറഞ്ഞ പോലെ ശനിയാഴ്ചയാണ്, ഉച്ചയ്ക്ക് ബാങ്കിൽ 12 മണിക്ക് തീരും. അതിനകത്ത് ട്രാൻസ്ഫർ ചെയ്യണം എല്ലാവരുടെ അക്കൗണ്ടിലോട്ട്. പക്ഷേ എനിക്ക് രാവിലെ ഒരു അറിയിപ്പ് കിട്ടി, പണം ഇല്ല. അതുകൊണ്ട് ഇന്ന് എന്തായാലും അലവൻസ് പോത്തില്ല. ഇനിയിപ്പം 1-ാം തീയതി ഹോളിഡേ ആണ്, 2-ാം തീയതി നോക്കട്ടെ, കർത്താവ് നടത്തും. ശരി. അപ്പോൾ ഇന്നലെ രണ്ടാമത് സഭയുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവമേ, അപ്പം ഞങ്ങളെല്ലാം കൂടെ ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ചു. കർത്താവേ, അവിടുന്ന് കർത്താവേ ഇതുവരെയും നടത്തിയെങ്കിൽ ഇപ്പോഴൊരു ബുദ്ധിമുട്ട് വന്നിരിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഈ കഴിഞ്ഞ 5 വർഷം ഒരു കുറവ് ഒരിക്കലും ഈ 1-ാം തീയതി എന്നുള്ളതൊന്നും മുടങ്ങിയിട്ടില്ല. ഒരു ചിലവും നടക്കാതിരുന്നിട്ടില്ല. എല്ലാ കാര്യങ്ങൾക്കും ദൈവകൃപയാൽ ദൈവമഹത്വത്തിനാണ് ഞാൻ സാക്ഷിക്കുകയാണ്. ദർ വാസ് ഓൾവേസ് മണി. പക്ഷേ യെസ്റ്റർഡേ ദർ വാസ് നോ മണി. പക്ഷേ ഇത് വിഷമം. അപ്പം എനിക്കെൻ്റെ മനസ്സിലൊരു വിഷമം തോന്നി. കർത്താവ് ഇന്ന് 1-ാം തീയതി ഈ പറഞ്ഞ പോലെ ബാങ്കിൽ കാശ് വരും നോക്കിയിരിക്കുന്ന കർത്താവിൻ്റെ വേല ചെയ്യുന്നവരാണെങ്കിലും അവർക്കും പല പേയ്മെൻറ്റ്സ് ഉണ്ട്, അവർക്കും പല കാര്യങ്ങളുണ്ട്, കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഇല്ലല്ലോ എന്നിങ്ങനെ വിചാരിച്ചു. അപ്പം ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അനിയൻ്റെ ഇന്ന് അലവൻസ് വരത്തില്ല കേട്ടോ എന്ന് ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ അവസാനം എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചു. കർത്താവ്, ലോർഡ് വി പ്രേ ഫോർ ദ ഫൈനാൻസസ് ഓഫ് ആദ്യമായിട്ടാണ്. പണ്ട് വേറൊരു ഇനിയൊരു കാര്യം കൂടെ പറയാം. ഇവിടെ ഈ ഫൈനാൻസിന് വേണ്ടി പ്രാർത്ഥിക്കാത്തതിന് ഒരു കാര്യമുണ്ട്. അത് ഇച്ചിരി ഒരു അഹങ്കാരവും കൂടെ ആയിരുന്നു. ആരുടെ അഹങ്കാരമാണ്? എൻ്റെ അഹങ്കാരം. അപ്പം പാസ്റ്റർ എന്ത് ചെയ്യും? ഫൈനാൻസ് കുറയുന്നെന്ന് കണ്ടപ്പം പാസ്റ്റർ ഒരു മെസ്സേജ് ഗ്രൂപ്പിലിടും. ഉടനെ എന്ത് ചെയ്യും? പെട്ടെന്ന് കുറച്ച് കാശ് വരും, കാര്യം അങ്ങ് നടന്നു പോകും. അപ്പം ഇവിടെ ഇരിക്കുന്നവർക്കൊരു തോന്നലുണ്ട്, അത് കുഴപ്പമൊന്നുമില്ല, പാസ്റ്റർ ഒന്ന് എഴുതിയാൽ മതി, കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ എനിക്കും അങ്ങ് തോന്നി, ഞാനൊരു മെസ്സേജൊക്കെ ഇടുമ്പോൾ എന്തൊക്കെയോ കാര്യം അങ്ങ് നടക്കും. ഇന്നലെ ഞാനത് ഏറ്റു പറഞ്ഞു. കർത്താവെ, ഞാൻ മെസ്സേജ് ഇട്ടുകൊണ്ടൊന്നുമല്ല ഇവിടെ പൈസ വന്നത്, ദൈവമേ നീ അയച്ചതുകൊണ്ടാണ്, അല്ലേ? അങ്ങ് ജനങ്ങളുടെ ഉള്ളിൽ തോന്നിച്ചുകൊണ്ടാണ് ഇവിടുത്തെ കാര്യങ്ങൾക്കും സുവിശേഷ വേലയ്ക്കും സാധുക്കളെ സഹായിക്കുന്നതിനും എല്ലാം പണം വരുന്നത്. അല്ലാതെ സാം പാസ്റ്റർ പറഞ്ഞുകൊണ്ടൊന്നുമല്ല. അതിൻ്റെ ക്രെഡിറ്റ് ഇന്നലെ സാം പാസ്റ്റർ അങ്ങ് എടുത്തു. അല്ല, അതങ്ങ് മാറ്റിയിട്ട് പറഞ്ഞു, കർത്താവെ ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും എഴുന്നേറ്റ് ഇന്ന് പ്രാർത്ഥിച്ചു. ആരായിരുന്നു ഈ ആൻറ്റി? ഞാൻ തോന്നുന്നു പ്രാർത്ഥിച്ചിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ്, കർത്താവെ ഞങ്ങളുടെ അക്കൗണ്ടിൽ അവിടെ നിന്ന് കർത്താവെ പണം നിറച്ചതിനായിട്ട് സ്തോത്രം. ഞാൻ വിചാരിച്ചിട്ട് കൊള്ളാമല്ലോ, ഭയങ്കര അതോറിറ്റിയോടുകൂടി അധികാരത്തോടുകൂടി, കർത്താവെ ഞങ്ങളുടെ അക്കൗണ്ടിൽ കർത്താവെ അവിടെ നിന്ന് പണം നിറച്ചതിനായിട്ട് സ്തോത്രം. ഞാൻ പറയുന്നത് കൊള്ളാം, നല്ലൊരു വിശ്വാസമാണല്ലോ, നല്ലൊരു പ്രാർത്ഥനയാണല്ലോ എന്ന് വിചാരിച്ചു. അതങ്ങോട്ട് പറഞ്ഞ് ആമയും പറഞ്ഞതും എൻ്റെ ഫോണിലൊരു ക്ലിങ് എന്നൊരു അടി അടിച്ചു. അത് നോക്കിയപ്പം വേറൊന്നുമല്ല, ഒരാൾ ഒരു 2 ലക്ഷം രൂപ ചർച്ച അക്കൗണ്ടിലോട്ട് ഇട്ടിരിക്കും. ഉടനെ ഞാൻ നമ്മുടെ അക്കൗണ്ട്സ് നോക്കുന്ന ഏബ്രഹാം പേറിനോട് ഞാൻ പതുക്കെ ആ മെസ്സേജ് കൊടുത്തിട്ട് വന്നേണ്ടേ, കാശ് വന്നിരിക്കുന്നു. അത് എഴുന്നേറ്റ് പോയി ഫോൺ ചെയ്ത് പെട്ടെന്ന് ഇൻസ്ട്രക്ഷൻ ബാങ്കിന് കൊടുത്ത്, ഇന്നലെ ഇവിടെ പ്രാർത്ഥന 1 മണിക്കുള്ളിൽ ആശീർവാദം പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരുടെയും അലവൻസ് പോയി, എല്ലാവരുടെയും ബാങ്കിൽ ചെന്ന് കിട്ടുകയും ചെയ്തു. ഇന്നലെ ഇത് ഞാൻ എന്തിനിത് സാക്ഷിയായിട്ട് പറഞ്ഞെന്ന് വെച്ചാൽ, ഇത് നമ്മളൊന്ന് പഠിക്കണം. ആവശ്യങ്ങൾ മുകളിലോട്ട് ചോദിക്കുകയാകാവൂ. എന്നെ പണ്ട് എൻ്റെ ഒരു അങ്കിൾ കൊണ്ട് പഠിപ്പിച്ചിട്ടാ, നെവർ ആസ്ക് പീപ്പിൾ, ഓൺലി ആസ്ക് ഗോഡ്. നീ ചോദിക്കുന്നത് എപ്പോഴും ആരോടെ ചോദിക്കാവൂ? ദൈവത്തോട്. പക്ഷേ യു ക്യാൻ ടെൽ പീപ്പിൾ. നിനക്ക് മനുഷ്യരോട് പറയാം, ഒരു കാര്യം ഉണ്ടെങ്കിൽ പറയാം, ഒരാവശ്യമുണ്ടെങ്കിൽ ഈ പറഞ്ഞാൽ അതിൻ്റെ ആവശ്യകത മനസ്സിലാക്കാൻ വേണ്ടി നിനക്ക് പറയാം. അപ്പോൾ ഒരാവശ്യം ഉണ്ടെന്ന് പറഞ്ഞെങ്കിലല്ലേ എല്ലാവരും അറിയത്തുള്ളൂ. പക്ഷേ ചോദിക്കരുത്, മനുഷ്യരോട് ചോദിക്കരുത്, ദൈവത്തോടെ ചോദിക്കാവൂ. പക്ഷേ പറയുന്നത് മനുഷ്യരോട് പറയാം എന്ന് പറഞ്ഞു. തെറ്റിദ്ധരിക്കല്ലേ? യു ക്യാൻ ആസ്ക്, യു ആർ ഓൺലി സപ്പോസ് ടു ആസ്ക് ഗോഡ്, ബട്ട് യു ക്യാൻ ടെൽ പീപ്പിൾ. ഞാനും പലപ്പോഴും ഈ പറഞ്ഞ പോലെ ടെൽ പീപ്പിൾ, അത് പലപ്പോഴും ഇറ്റ് വർക്ക്ഡ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ കാര്യം നടക്കുന്നു. പക്ഷേ ഇന്നലെ ദൈവം അതൊന്ന് പഠിപ്പിച്ചു. നീ ഇങ്ങനെ ടെൽ ചെയ്തുകൊണ്ട് നടന്ന കാര്യമില്ല, യു ഹാവ് ടു ആസ്ക് ഗോഡ്. ദൈവത്തോട് നീ ചോദിക്കണം. അങ്ങനെ ഇന്നലെ സഭയായി ഒരുമിച്ച് ചോദിച്ചു, ആ കാര്യം നടന്നു. സ്തോത്രം. ഞാൻ പറഞ്ഞത് ഇതൊരു സാക്ഷ്യത്തിനായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അടുത്തത് വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രത്യേകിച്ച് ദൈവമേ അവരുടെ കണ്ണ് തുറക്കണമേ. അതിന് ഞങ്ങൾ അവലംബിച്ച വാക്യങ്ങൾ അപ്പോസ്തലനായ പൗലോസിൻ്റെ പ്രാർത്ഥന തന്നെയാണ്. ഞാൻ നോക്കിയിട്ട് എൻ്റെ ഫേവറേറ്റ്, എൻ്റെ എന്താ പറയുക, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം ബൈബിളിലെന്ന് പറഞ്ഞത് ദാവീദും ഗോലിയാത്തും ഒന്നുമല്ല. ഐ ആം എ ഫാൻ ഓഫ് സെയിൻറ്റ് പോൾ. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഐ ലവ് ഹിം. അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതവും അദ്ദേഹത്തിൻ്റെ ഒരു എഴുത്തും ഒക്കെ എനിക്കിഷ്ടം. അപ്പം അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനകളുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം
ഈ പറഞ്ഞ പോലെ ലേഖനങ്ങൾ നമ്മൾ വായിക്കുന്ന എഫേസ്യ ലേഖനത്തിൽ നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, കൊലോസ്യ ലേഖനത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അതിലൊരു പ്രാർത്ഥന ഇങ്ങനെയാണ്. എഫേസ്യ ലേഖനത്തിൽ അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്, കർത്താവേ ഞങ്ങളുടെ അങ്ങയുടെ വിളി, ആ വിളി കർത്താവെ ഞങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരണമേ. ഞാൻ ഓടിച്ചങ്ങ് പറയുകയാണേ, ലോർഡ് ഹെൽപ്പ് us ടു അണ്ടർസ്റ്റാൻഡ് യുവർ കോളിംഗ് ഓൺ അവർ ലൈഫ്സ്. അല്ലേ, നമ്മളെ ദൈവം വിളിച്ച വിളി അതൊരു ഉന്നത വിളിയാണ്. അല്ലേ, അതൊരു വളരെ യുണീക്കുമാണ്. ഓരോരുത്തരെയും വിളിച്ച വിളി വ്യത്യസ്തമാണ്. എല്ലാവരെയും കൂടെ അങ്ങ് ഒന്നിച്ച് വിളിച്ചിട്ടിരിക്കുകയൊന്നുമല്ല, നമ്മൾ ഓരോരുത്തരെയും വളരെ വ്യക്തിപരമായിട്ടാണ് കർത്താവ് വിളിച്ചത്. അങ്ങനെയെങ്കിൽ കർത്താവെ ആ വിളി ഒന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ കണ്ണ് തുറക്കണമേ. 2, ഞങ്ങൾക്ക് അങ്ങയിലുള്ള അവകാശം, ഇൻഹെറിറ്റൻസ്, അതൊന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ കണ്ണ് തുറക്കണമേ. 3, ഞങ്ങളുടെ ഉള്ളിലുള്ള കർത്താവെ ആ ശക്തി, അത്യന്ത ശക്തി ഞങ്ങളുടെ ഉള്ളിൽ കർത്താവെ, അത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ആ അത്യന്ത ശക്തി ഞങ്ങളുടെ ഉള്ളിലുള്ളതെന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്നലെ ആ 3 കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കി പ്രാർത്ഥിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഒരു വലിയ വ്യത്യാസം ഇവിടെ എല്ലാവർക്കും. എന്നോട് പലരും പറയുകയും ചെയ്തു, വളരെ എത്രയോ വട്ടം വായിച്ച വാക്യമാണ്, എത്രയോ പ്രസംഗം കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്നലെ 3 കാര്യം എന്തൊക്കെയായിരുന്നു? നമ്പർ 1 വാസ് യുവർ കോളിംഗ്, നമ്പർ 2 ഇറ്റ്സ് യുവർ ഇൻഹെറിറ്റൻസ്, നമ്പർ 3 ഇറ്റ്സ് ദ പവർ ദാറ്റ് ഈസ് അവൈലബിൾ ഫോർ യു ഇഫ് യു ബിലീവ്. അല്ലേ, ഇത് 3 ഒരു വിശ്വാസിക്കുണ്ടെങ്കിൽ അവൻ്റെ വിളിയെക്കുറിച്ചുള്ള ബോധ്യം, അവൻ്റെ അവകാശം എന്താണെന്നുള്ള ആ അറിവ്, അതിനുള്ളിൽ അവൻ്റെ ഉള്ളിൽ അവൻ അവൈലബിളായ ശക്തി ഉള്ളിൽ തന്നെ ദൈവം വെച്ചിട്ടുണ്ട്. അല്ലേ, എവിടെയെങ്കിലും പോയി ചാർജിങ് സ്റ്റേഷനിൽ പോയി ചാർജ് ചെയ്യല്ലേ, എൻ്റെ ഉള്ളിൽ ബാറ്ററി ഉണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ ആ ശക്തി വെച്ചിട്ടുണ്ട്. ഈ ഉള്ളിൽ ഈ ശക്തി വെച്ചിട്ടാണ് അവകാശം എന്തെന്ന് എനിക്ക് അറിയാമായിരുന്നിട്ടാണ്, എൻ്റെ വിളി എന്തെന്നുള്ള ബോധ്യം ഉണ്ടായിട്ടാണ് നമ്മൾ പല ഭിക്ഷക്കാരെ പോലെ നമ്മൾ ജീവിക്കുന്നത്. ഇച്ചിരി കടന്നുപോയ വാക്ക് കുറച്ചുകൂടെ ലൈറ്റ് ആക്കാം. ഓക്കെ, വി ലിവ് ലൈക്ക് വിക്ടിംസ്. ഇരകളെ പോലെ നമ്മൾ ജീവിക്കുന്നത്. വി ആർ നോട്ട് ലിവിങ് ലൈക്ക് വിക്ടേഴ്സ്. അല്ലേ, നിങ്ങൾ നാൾതോറും ക്രിസ്തുയേശുവിൽ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. പക്ഷെ നമ്മുടെ ജീവിതം കണ്ട ജയോത്സവമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളെ കണ്ട ആലോചിച്ച് നോക്കിയേ, ഇന്നാണ് എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഞാൻ പിന്നെ ദൈവത്തിൽ ആശ്രയിച്ച് എഴുന്നേറ്റ് അങ്ങ് നിൽക്കുന്നതേ ഉള്ളൂ. ഒരു പ്രാർത്ഥന രാത്രിയും കൂടെ കഴിഞ്ഞിട്ടേ കിടക്കാവോ എന്നാണ് എൻ്റെ പ്രാർത്ഥന. പക്ഷേ ഞാൻ കിടക്കത്തില്ല, ഉറപ്പാണ്. പക്ഷെ എൻ്റെ ശരീരം കൊണ്ടും എൻ്റെ മനസ്സുകൊണ്ടും ഇത് കഴിഞ്ഞിട്ട് കിടക്കണമെന്ന് തോന്നുന്നു. പക്ഷേ അപ്പോഴും ഈ ഒരു വാക്യമാണ് പിന്നെ എന്നെ എന്നെപ്പിച്ച് നിർത്തുന്നത്. അല്ലേ, ഈ വീണ്ടും എന്നെ ജീവിപ്പിച്ച് നിർത്തുന്നത് ഈ വാക്യമാണ്. എന്താണ്? ദൈവം എന്നെക്കുറിച്ച് നിനക്കൊരു വിളിയുണ്ട് കർത്താവേ. 2, എനിക്കൊരു അവകാശമുണ്ട് കർത്താവേ. 3, എനിക്ക് ശക്തി നീ തന്നിട്ടുണ്ട് കർത്താവേ. ഇത് 3 ഉണ്ടെങ്കിൽ ഹെൽപ്പ് മീ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്, അതിന് കണ്ണു തുറക്കണമേ എന്നാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് ദൈവമക്കളെ നമുക്കും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, കർത്താവേ എൻ്റെ കണ്ണൊന്ന് തുറന്ന്, കർത്താവേ എൻ്റെ വിളി എന്തെന്നൊന്ന് മനസ്സിലാകുവാൻ, കർത്താവേ എനിക്കുള്ള അവകാശം എന്തെന്ന് മനസ്സിലാക്കുവാൻ, എന്നിലുള്ള ശക്തിയുടെ വലുപ്പം ഒന്ന് മനസ്സിലാക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് ഒരു പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കണം. അടുത്തത് പ്രാർത്ഥിച്ചതും ഇവിടെ സാറിന് പ്രാർത്ഥിച്ചില്ലാത്തൊരു പ്രാർത്ഥനയാണ്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പ്രാർത്ഥിച്ചില്ല. കർത്താവിൻ്റെ വേല ചെയ്യുന്നവർക്കും സഭയെ നയിക്കുന്നവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. അതിൽ പ്രത്യേകിച്ച് പാസ്റ്റർമാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതും മക്കളെ, ഇതാരും നിങ്ങൾക്കാർക്കും ഒന്നും തോന്നുന്നില്ലേ? എന്നാൽ ആരും എൻജോയിങ് ഇറ്റ്. ഓക്കെ, എനിക്കൊരാൾ പ്രസംഗിക്കുമ്പോൾ പിള്ളേർ ഇവിടെ ശബ്ദം ഉണ്ടാക്കുന്നത് എനിക്ക് മക്കളില്ലാത്തതുകൊണ്ടായിരിക്കാം. ഒരു പക്ഷേ നിങ്ങൾക്ക് മക്കളുള്ളതുകൊണ്ട് അത് അങ്ങ് യൂസ്ഡ് ആയിരിക്കും. എനിക്കത് യൂസ്ഡ് അല്ല, അതുകൊണ്ടായിരിക്കും. ആരെങ്കിലും ഒന്ന് അവരുടെ അടുത്ത് ടീച്ചേഴ്സ് ഒന്ന് അടുത്ത് വന്നിരുന്നേ. ഞാൻ പണ്ട് അങ്ങനെ ചെയ്യുന്നത്. ഒരു കുഞ്ഞിൻ്റെ അമ്മയെ വിളിക്കണമെന്ന്, പക്ഷേ അമ്മയിന്ന് വന്നിട്ടില്ല. പിന്നെ ഓക്കെ അപ്പം ഇവിടെയാണ് വിഷയം. എന്തുവായിരുന്നു കാര്യം? പോയല്ലോ, പിള്ളേർ കാറ്റിപ്പുറത്തേക്ക് കൊണ്ടുപോയി. പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം പോയി. പാസ്റ്റർമാർക്ക് വേണ്ടി പറയും. എന്തുവാ പാസ്റ്റർമാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ? എന്തൊക്കെയായിരുന്നു ഇന്നലെ? വാട്ട് ഡിഡ് യു പ്രേ ഫോർ ദ പാസ്റ്റർ? ദാറ്റ് ദേ വിൽ ബി റിന്യൂഡ്, റിഫ്രഷ്ഡ്, റിജുവിനേറ്റഡ്, റിസ്റ്റോർഡ്. പിന്നെ ഉണ്ടായിരുന്നു, കുറേ ആറുണ്ടായിരുന്നു. എല്ലാവരും കൂടി ഇന്നലെ ചുറ്റും നിന്ന് പ്രാർത്ഥിച്ച് പാസ്റ്റർ ഒരു പരുവായി. കാരണം പാസ്റ്റർ അല്ലേ, ആ ഒരു ബലം കൊണ്ടാണ് ഇപ്പം പാസ്റ്റർ രാവിലെ എഴുന്നേറ്റ് നിൽക്കുന്നത്. കാരണം മെനി ടൈംസ് വി ഡോണ്ട് പ്രേ ഫോർ പാസ്റ്റേഴ്സ്. അല്ലേ, പാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ ഇന്നലെ അതിൽ 3-4 പോയിന്റ്സ് പറഞ്ഞതിൽ ഒന്ന്, പാസ്റ്റേഴ്സ് വോണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് എ മെസ്സേജ്. അല്ലേ, അത് സംടൈംസ് ദ മെസ്സേജ് ഫ്രം ദ ഹാർട്ട്. ചിലപ്പോഴും ഹൃദയമെടുത്ത് പകർന്നാണ് പങ്കിട്ട് കൊടുക്കുന്നത് സഭയ്ക്ക്. പക്ഷേ അത് ആ ഹൃദയം പങ്കിട്ട് കൊടുക്കുമ്പം അത് പോയി അതിൻ്റെ ഉദ്ദേശിച്ച പ്രവൃത്തി ചെയ്യാതിരിക്കുമ്പോഴോ അല്ലെങ്കിൽ റിസൾട്ട് കാണാതിരിക്കുമ്പോഴോ പാസ്റ്റർമാർ അനുഭവിക്കുന്നൊരു വലിയ പ്രശ്നമാണ്. അത് വേറെ ആർക്കും, ഇപ്പം നമ്മുടെ രാഷ്ട്രീയക്കാർ വലിയ പ്രസംഗമൊക്കെ പ്രസംഗിക്കും, പക്ഷേ അവരതൊന്നും പ്രതീക്ഷിക്കുന്നില്ല നടക്കുമെന്ന്.
അല്ലേ? നമ്മുടെ മന്ത്രിമാർ എന്തൊക്കെ തട്ടല്ലല്ലോ പുതിയ വാക്ക്, തള്ളുന്നത് അല്ലേ, എന്തൊക്കെ തള്ളിവിടുന്നു. പക്ഷെ അതൊന്നും നടക്കത്തില്ല എന്ന് അവർക്കും അറിയാം. പക്ഷെ ഒരു പുൽപ്പറ്റിൽ നിന്നൊരു ദൈവദാസം പ്രസംഗിക്കുമ്പോൾ, ഉദാഹരണത്തിന് നിങ്ങളൊക്കെ സ്നേഹിക്കണം എന്ന് പ്രസംഗിക്കുമ്പോൾ ദൈവത്തിൽ നിന്നുള്ള ഇത് പറയുന്നത്. പക്ഷെ പറയുമ്പോൾ ഒരു സ്നേഹം ഉണ്ടാവുമെന്നൊരു പ്രതീക്ഷയുണ്ട്. നിങ്ങൾ ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ ക്ഷമിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ ഇറങ്ങിപ്പോയി കർത്താവിൻ്റെ സാക്ഷിയാവണം, അതെല്ലാവരും ഇറങ്ങിപ്പോവും എന്നൊരു പ്രതീക്ഷയിലും വിശ്വാസത്തിലുമാണ് ഇത് പ്രസംഗിക്കുന്നത്. പക്ഷേ ഇത് മാസങ്ങളായി പ്രസംഗിക്കുകയും അതുപോലെ നടക്കാതിരിക്കുകയും ചെയ്യുമ്പം ഉള്ളൊരു വലിയൊരു പ്രശ്നമുണ്ട്. അതെല്ലാവർക്കും ഇത് മനസ്സിലാവുമോ എന്ന് എനിക്കറിയത്തില്ല ഞാനീ പറയുമ്പോൾ. ഹൗ മെനി ഓഫ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? വെൻ യു പ്രീച്ച് സംതിങ് ആൻഡ് ദ റിസൾട്ട് ഇസ് നോട്ട് സീൻ, അതൊരു വലിയ പ്രയാസമാണ്. നിങ്ങൾ കുഞ്ഞുങ്ങളെങ്ങനെ ഉപദേശിക്കുന്നു, കുഞ്ഞുങ്ങൾക്ക് ഒരു മാറ്റവും വരുന്നില്ല, എങ്ങനെ ഇരിക്കും അല്ലേ എന്ന് പറയുന്ന പോലെയാണ് ഒരു ഇടയനെ സംബന്ധിച്ചോളം. ഇവിടെ നിങ്ങളൊക്കെ പറഞ്ഞാൽ കേൾക്കുന്ന ആളുകളാണ് കേട്ടോ, അത് വേറെ കാര്യം. എന്നാലും ഈ പറഞ്ഞ പോലെ ഈ ഇവിടെ നിന്ന് പറയുന്നത് പോലെയോ പ്രസംഗിക്കുന്നത് പോലെയോ പ്രബോധിപ്പിക്കുന്നത് പോലെയോ ഉള്ള മാറ്റം പലപ്പോഴും കാണുന്നില്ല അല്ലേ? അങ്ങനെ വരുമ്പോൾ ഒരു വലിയ വേദനയുണ്ട്. പലപ്പോഴും ഒരു നിരാശ വരാൻ സാധ്യതയുണ്ട്, മടുപ്പ് വരാൻ സാധ്യതയുണ്ട്. ഇന്ന് പറഞ്ഞില്ലേ ആത്മഹത്യ ചെയ്യണമെന്ന് ഞാൻ ചിലപ്പം ചിന്തിച്ചിട്ടുണ്ട്. ദൈവമേ, ആത്മഹത്യ ചെയ്തങ്ങ് പോയാൽ അവിടെ കയറ്റില്ല എന്നറിയാം. ആ ഒരു ഒറ്റ പേടിയുണ്ടാണ് ഞാൻ ആത്മഹത്യ ചെയ്യാത്തത്. സത്യമായിട്ട് എൻ്റെ ആൻറ്റി ഞാൻ തുറന്നു പറയാം. കാര്യം ആത്മഹത്യ ചെയ്ത് സ്വന്തം ജീവനെ ദൈവം തന്നതിനെ ഞാൻ എടുത്താൽ അവിടെ കയറ്റത്തില്ല എന്നറിയാം. അത് പേടിച്ചിട്ട് എവിടെ ഇരിക്കുന്നു? നിങ്ങൾ ചിരിക്കണ്ട, അതല്ലേ നിങ്ങൾ ആത്മഹത്യ ചെയ്യാത്തത്. ആലോചിച്ച് നോക്കിയേ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സത്യം പറഞ്ഞാൽ ചത്താൽ മതിയും ചിന്തിക്കാത്ത ആരും ഇവിടെ ഇല്ല അല്ലേ? പക്ഷെ എന്താ നമ്മൾ ചാവാത്തത്? നമ്മൾ എവിടെയോ ഈ വചനം കേട്ടു, എവിടെയോ ഈ സത്യം നമ്മുടെ ഉള്ളിൽ വന്നു അല്ലേ? അതൊരു പാപമാണ് അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ചാവാത്തത് അല്ലേ? ഈ പാവങ്ങൾ കേൾക്കാത്തതുകൊണ്ടാണ് പുറത്ത് ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ആത്മഹത്യ പാപമാണെന്ന ഒരു ബോധ്യം നമുക്ക് ദൈവം തന്നതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ആത്മഹത്യ ചെയ്തു പോയിട്ടുള്ളവർ വേറെ വിശ്വാസത്തിൽ എനിക്കറിയാം, ആത്മഹത്യ ചെയ്തിട്ടുള്ള പാസ്റ്റേഴ്സിനെ അറിയാം. ഒരിക്കലും ഒരു വളരെ അറിയപ്പെടുന്നൊരു മനുഷ്യൻ ഇതുപോലെ മറ്റൊരു രാജ്യത്ത് വന്ന് ആത്മഹത്യ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ശവശരീരം കൊണ്ടുവന്നപ്പം ഞാനാണ് അവസാനം പോയി ശുശ്രൂഷ നിർവഹിച്ചത്. അന്നിവിടെയുള്ള എല്ലാ പെന്തിക്കോസ്തുകാരും ഇത് കാണാൻ മതി, ഇവൻ എന്തോ പറയുമെന്ന് കേൾക്കാൻ വേണ്ടി. ദൈവം എനിക്കൊരു കൃപ തന്നനുസരിച്ച് ഞാൻ പറയേണ്ടത് അവിടെ കാര്യം പറഞ്ഞു. അതിനകത്ത് ഒരു കുറ്റബോധം എനിക്കില്ല. ഞാൻ പറയുന്നത് വാസ്തവമായിട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിരാശകൾ വരാം. പക്ഷെ അവിടെ വീണ്ടും വീണ്ടും നമ്മളെ നിലനിർത്തുന്നത് വേറൊന്നുമല്ല, ഈ ഞാൻ ആരാണെന്നുള്ളൊരു ബോധ്യം, കർത്താവിൽ ഞാൻ ആരാണെന്നുള്ള ബോധ്യം തൻ്റെ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് വീണ്ടും ഓർപ്പിക്കുമ്പോഴാണ്. ഇന്നലെ ഇവിടെ വന്നവരെല്ലാം ദൈവം ഓർപ്പിച്ചു, മക്കളെ നിങ്ങൾ വിളിക്കപ്പെട്ടവരാ, നിങ്ങൾക്കൊരു അവകാശമുണ്ട്. ഈ ഭൂമിയിലൊരു അവകാശം നിങ്ങൾക്ക് കിട്ടത്തില്ല. ചിലപ്പോൾ സ്വന്തം വീട് ഒരിക്കലും കിട്ടത്തില്ല. വേണ്ട, എന്തിനാ അല്ലേ? നമ്മൾ ഈ ഭൂമിയിലെല്ലാം കൂടെ നമ്മൾ നേടിയെടുക്കണമെന്ന് നമ്മൾ ആ കാലമൊക്കെ പോയി, പ്രിയപ്പെട്ടവരെ, അതിൻ്റെയൊക്കെ കാലം പോയി. ഇനി എങ്ങനെയെങ്കിലും എനിക്കൊരു അവകാശമുണ്ട്, ആ അവകാശത്തിലേക്ക് ഞാൻ പോവാം. അടുത്തത് എന്താണ്? എൻ്റെ ഉള്ളിലൊരു ശക്തി, എൻ്റെ പുറമേയുള്ള ശരീരം ഇങ്ങനെ അങ്ങ് പോവും, പക്ഷേ എൻ്റെ അകത്തെ ഒരു മനുഷ്യനുണ്ട്. അതെന്ത് ചെയ്യും? നാൾതോറും പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഐ ഹാവ് എൻ ഇന്നർ മാൻ. ആ ഇന്നർ മാനാണ് സ്ട്രെങ്തൻഡ് ആവേണ്ടത്. അത് പ്രത്യേകിച്ച് നാൾ സമീപിക്കും തോറും ശരീരം പതുക്കെ കട്ടിൽ ഇരിപ്പാവും കിടപ്പാവും, പക്ഷെ അകത്തെ മനുഷ്യൻ എന്ത് ചെയ്യും? ശക്തിയോടെ പുതുക്കപ്പെടും. അതാണ് നമുക്ക് വേണ്ടിയത്. ഒടുവിലായി നമ്മൾ പ്രാർത്ഥിച്ചൊരു വിഷയങ്ങളുണ്ട്. അത് മറ്റൊന്നുമല്ല, ഫോർ ദ ലോസ്റ്റ്. നമ്മുടെ എല്ലാം അറിവിലും പരിചയത്തിലും അല്ലേ രക്ഷിക്കപ്പെടാത്ത, അതായത് ഇതുവരെ രക്ഷിക്കപ്പെടാത്തവർ നമ്മുടെ കുടുംബങ്ങളിലോ നമ്മുടെ അയൽവക്കങ്ങളിലോ നമ്മുടെ സുഹൃത്ത് വലയങ്ങളിലോ ഒക്കെ ഉണ്ട് അല്ലേ? ഇല്ല എന്ന് പറയാൻ പറ്റൂ. ഞാൻ ഇന്നലെ പറയായിരുന്നു, ഞാനൊക്കെ ഈ പെന്തിക്കോസ് ഇങ്ങനെ ജനിച്ച് വളർന്നു വന്ന കാരണം കുടുംബത്തിന് ഇനി ഒന്നുപോലും ഗുണപ്പെടാനല്ലോ, ഒന്നും ഗുണമില്ല. പക്ഷേ ഒന്നും ഈ സോ കോൾഡ് ടെക്നിക്കലി രക്ഷിക്കപ്പെടാൻ ആരുമില്ല. അവിടെ എല്ലാവരും വിശ്വാസികളാണ്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, എൻ്റെ കുടുംബത്തിന് ആരും ഇനി രക്ഷിക്കപ്പെടാൻ അങ്ങനെ ആരുമില്ല. എല്ലാവരും ജനിക്കുമ്പോഴേ രക്ഷിക്കപ്പെട്ടാൽ ജനിക്കുന്നത്. അതല്ലേ പ്രശ്നം. ഈ പെന്തിക്കോസിന് വലിയ കുഴപ്പമുണ്ട്. എല്ലാവരും രക്ഷിക്കപ്പെട്ടാൽ ജനിക്കുന്നത്. ഗർഭത്തിൽ വെച്ച് ഞാൻ സ്നാനപ്പെട്ടു, എന്നിട്ട് ഞാൻ പുറത്തിറങ്ങിയപ്പോഴേ ഞാൻ വായി തുറന്ന് അന്യഭാഷ പറഞ്ഞുകൊണ്ടാണ് ഞാൻ വരുന്നത്. ഇതാണ് കുഴപ്പം അല്ലേ? പക്ഷെ അങ്ങനല്ല. ഇവിടെ ഇരിക്കുന്ന നിങ്ങളും അനേകരുടെ എനിക്കറിയാം, നിങ്ങളുടെ കുടുംബത്തിൽ ഒരുപക്ഷെ നിങ്ങളുടെ പങ്കാളി രക്ഷിക്കപ്പെടാത്തവരുണ്ട് ഇവിടെ അല്ലേ? നിങ്ങളുടെ ചിലരുടെ മക്കൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇനി നിങ്ങളുടെ പലരുടെയും മാതാപിതാക്കൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ പലരുടെയും ഈ സിബ്ലിങ്സ്, സഹോദരങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല അല്ലേ? ഇൻലോസ് രക്ഷിക്കപ്പെടാത്തവരുണ്ട്. ഇനി നമുക്കെല്ലാം ഫ്രണ്ട്സ് ഉണ്ട്. ഈ കുട്ടികൾ പഠിക്കുന്നിടത്തൊക്കെ നിങ്ങളുടെയൊക്കെ കുട്ടികൾ ഫ്രണ്ട്സ് എല്ലാം രക്ഷിക്കപ്പെട്ടവരാണോ? നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണോ? നിങ്ങളുടെ അയൽവക്കത്ത് താമസിക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണോ? അല്ല. അതിൻ്റെ അർത്ഥം രക്ഷിക്കപ്പെടാത്തവരെന്ന് പറയുമ്പോൾ അതിനൊരു ഡീസൻ്റ് ഉണ്ട് പറയാൻ. പക്ഷേ ബൈബിൾ പറയുന്നത് എന്താ? ദ ലോസ്റ്റ്. എന്താണ്? നഷ്ടപ്പെട്ടവരാ.
നഷ്ടപ്പെട്ടവരാ. അങ്ങനെയാണെങ്കിൽ ഡു വി പ്രേ ഫോർ ദ ലോസ്റ്റ്? ലാസ്റ്റിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചൊരു വിഷയമാണ്, ഡു വി പ്രേ ഫോർ ദ ലോസ്റ്റ്? ഇനി എന്തുകൊണ്ടാണ് അവർ രക്ഷിക്കപ്പെടാത്തത്? 2 കൊരിന്ത്യർ 4:4, 2 കൊരിന്ത്യൻസ് 4:4 എന്താണ് ആ വാക്യം? ഈ ലോകത്തിൻ്റെ പ്രഭു അവരുടെ ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം. കണ്ടോ, സുവിശേഷത്തെ പറ്റി പറഞ്ഞിരിക്കുന്നൊരു വാക്ക് തേജസ്സുള്ള സുവിശേഷം. ഈ സുവിശേഷം ഇങ്ങനെ നല്ല തേജസ്സോടെയാണത് വരുന്നത്. പക്ഷേ ഈ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ ആ പ്രകാശനം അത് ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. അതിൻ്റെ അർത്ഥം എത്ര ഗ്ലോറിയസ് ആയിട്ട് ഗോസ്പൽ അല്ലെങ്കിൽ എത്ര ശക്തിയോടെ ഗോസ്പൽ പറഞ്ഞാലും അത് ഏക്കത്തില്ല. കാര്യം എന്താ? അവരുടെ കണ്ണ് അത് അവർ ബോൺ ബ്ലൈൻഡ് ഒന്നുമല്ല, അവരുടെ കണ്ണിനെ കുരുടാക്കിയിരിക്കുന്നു. ദേ ഹാവ് ബീൻ ബ്ലൈൻഡഡ് അല്ലേ? അപ്പം അവിടെ നമ്മുടെ ആദ്യത്തെ പ്രാർത്ഥന, ലോർഡ് വി പ്രേ ദ ബ്ലൈൻഡേഴ്സ് ആർ ഓഫ് ദർ ഐസ്. ഇവരുടെ ഈ കണ്ണ് കെട്ടിവെച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഈ കണ്ണിൻ്റെ ഈ കെട്ട് അഴിച്ചു കളയണം കർത്താവേ, അല്ലേ? ഈ സുവിശേഷം പ്രകാശിക്കാതെ വണ്ണം അവരുടെ കണ്ണ് അടഞ്ഞിരിക്കുന്നെങ്കിൽ അടച്ചു വെച്ചിരിക്കുന്നെങ്കിൽ അത് തുറക്കപ്പെടണം കർത്താവേ. ആരായി അടച്ചു വെച്ചിരിക്കുന്നത്? പിശാച്, ഈ ലോകത്തിൻ്റെ ദൈവമാണ്, അല്ലേ? സത്യദൈവത്തെ അറിയാതെ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ കണ്ണ് അടച്ചു വെച്ചിരിക്കുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ച് എന്ത് ചെയ്യണം? ആ കണ്ണുകൾ തുറക്കണം. നിങ്ങൾ ചിന്തിക്കും, ഞാൻ എത്ര സുവിശേഷം പറഞ്ഞിട്ടു, എത്രയൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടും അയാൾ ഇങ്ങോട്ട് രക്ഷിക്കപ്പെടുന്നില്ലല്ലോ. ഇതാണ് പ്രശ്നം. നിങ്ങൾ പറഞ്ഞതിൻ്റെ കുഴപ്പമല്ല, അതങ്ങോട്ട് പ്രകാശിക്കുന്നില്ല, അതങ്ങോട്ട് ഏശുന്നില്ല, അതങ്ങോട്ട് കത്തുന്നില്ല. എന്താ കാര്യം? കണ്ണടഞ്ഞിരിക്കുക. ആരടച്ചു? ഈ ലോകത്തിൻ്റെ ദൈവം. അപ്പം നമ്മൾ അത് പ്രാർത്ഥിക്കണം. ആദ്യം ഈ കണ്ണ് തുറന്നു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. 2 യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം, ജെയിംസ് 5:7, യാക്കോബ് 5:7. എന്നാൽ സഹോദരന്മാരെ കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിരിപ്പീൻ. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ഒരു വാരം ചെയ്തേക്കണം. എന്താണ്? ദീർഘക്ഷമയോടിരിക്കണം. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട്. ഈ കൃഷിക്കാരൻ എന്ത് ചെയ്യും? ഭൂമിയിലാണ് അവൻ കൃഷി ചെയ്യുന്നത്. എന്നിട്ട് അതിന്റെ ഫലം വരാൻ വേണ്ടി അവൻ എന്ത് ചെയ്യും? കാത്തിരിക്കും. ഇവനീ നട്ട വിത്ത് അത് മുളച്ചിങ്ങനെ ഫലം വരാൻ വേണ്ടി അവൻ പറയുന്നത് വിലയേറിയ ഫലമെന്നാണ്. എൻ്റെ അർത്ഥം ആർക്കും അവനവൻ്റെ അധ്വാനത്തിൻ്റെ വില വിലയേറിയത് തന്നെയാണ്, അല്ലേ? ആ ഫലം വിലയേറിയതാണ്. അപ്പൊ ആ വിലയേറിയ ഫലത്തിനായിട്ട് എന്ത് ചെയ്യുന്നു? കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടിരിക്കുന്നുവല്ലോ. കണ്ടോ, ഒരു കൃഷിക്കാരന് അവൻ്റെ കൃഷിയുടെ പൂർണ്ണ വിളവ് അവൻ എടുക്കണമെങ്കിൽ 2 മഴ ആവശ്യമാണ്. എന്താണ്? ഫസ്റ്റ് വൺ ഇസ് ദി ഫോമർ റെയിൻ ആൻഡ് സെക്കൻഡ് വൺ ഇസ് ദി ലാറ്റർ റെയിൻ. മുൻമഴയും വേണം, പിന്മഴയും വേണം. അപ്പം നമ്മൾ ഇവിടെ പ്രാർത്ഥിക്കേണ്ടത്, അവിശ്വാസിയായ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഈ സുവിശേഷത്തിൻ്റെ വിത്ത് പോയി വീഴണമെങ്കിൽ ആദ്യം ഈ ഡ്രൈ ആയിട്ടുള്ള ലാൻഡിൽ കൊണ്ട് വിത്തിട്ട ആരെങ്കിലും കൊണ്ട് ഇടുവോ? ഇല്ല. ഒരു മഴ വന്നൊന്ന് കുതിർക്കുമ്പോഴാണ്, ഒന്ന് നനയുമ്പോഴാണ് ആ വിത്ത് കൊണ്ടിടേണ്ടത്. അപ്പം നിങ്ങൾ ആദ്യം എന്താ പ്രാർത്ഥിക്കേണ്ടത്? കർത്താവേ, ഒരു മഴ അയച്ച് ഞാൻ ഈ രക്ഷിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുടെ ഹൃദയം ഒന്ന് നനയ്ക്കണേ. ഒന്ന് നനഞ്ഞൊരു വിത്ത് അങ്ങോട്ട് റിസീവ് ചെയ്യാനുള്ളൊരു പാകം പരുവായെങ്കിൽ ഓക്കെ, ആ വിത്ത് അങ്ങോട്ടിട്ടു. പക്ഷെ വിത്ത് ഇട്ടിട്ട് അത് അവസാനം മുളച്ച് വളർന്ന് അവസാനം ഒരു ഈ പറഞ്ഞ പോലെ ഒരു ഹാർവസ്റ്റിലേക്ക് വരുന്നതിന് മുമ്പ് അടുത്തൊരു മഴയുണ്ട്. എന്താണത്? പിന്മഴ. ആ മഴ കഴിയുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണമായിട്ട് എനിക്കതിനെ കൊയ്തെടുക്കാൻ അല്ലെങ്കിൽ അത് അറുത്തെടുക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ അതിൻ്റെ കൂടെ യേശു നമ്മോട് പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട്, നമ്മോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു പ്രാർത്ഥന. മത്തായി 9:38, മാത്യു 9:38. മത്തായി 9:38. ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പീൻ എന്ന് പറഞ്ഞു. കൊയ്ത്തിന്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പീൻ. ഇത് നമ്മൾ ചുമ്മാ ഇങ്ങനെ പറയും, ഒത്തിരി പ്രസംഗിച്ച് കേട്ടിട്ടുമുണ്ട്. ഇതിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലായിട്ടുണ്ടോ? ഉദാഹരണത്തിന്, ഉദാഹരണം പറയുന്നത്, ഇവിടെ ഇരിക്കുന്ന ഒരു സഹോദരി, നിങ്ങളുടെ ഭർത്താവ് രക്ഷിക്കപ്പെട്ടിട്ടില്ല. നിങ്ങൾ ഈ ഭർത്താവിനെ രക്ഷിക്കപ്പെടുത്താൻ വേണ്ടി ആവുന്ന പണിയൊക്കെ നോക്കുന്നുണ്ട്, അല്ലേ? എവിടെയൊക്കെ പണ്ട് മീറ്റിങ്ങിന് വിളിച്ചുകൊണ്ട് പോവുക, അങ്ങനെ പാവം ഒന്നും വന്നുകൊണ്ടിരുന്നു. പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ട് അയാൾ നിർത്തി, അത് വേറെ കാര്യം, അല്ലേ? പിന്നെ കിട്ടുന്ന പ്രവാചകനെയൊക്കെ വിളിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് നിങ്ങൾ എല്ലാം നോക്കി, വായിക്കാൻ എല്ലാ ബുക്കും കൊണ്ട് കൊടുത്തു. പിന്നെ സമയം കിട്ടുമ്പോഴെല്ലാം നിങ്ങൾ ഈ പറഞ്ഞ ഒരു സുവിശേഷം പറഞ്ഞു ഒക്കെ ചെയ്തിട്ടും ഒരനക്കമില്ല. അയാൾ ഒന്നുകൂടെ വഷളാവുക. അവസാനം നിങ്ങളിപ്പം ഈ പറഞ്ഞ പോലെ പ്രാർത്ഥന നിർത്തി,
പൗലോസിൻ്റെ ഭാഷ പറഞ്ഞാൽ ഞാൻ സാത്താനെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞിരിക്കുകയാണ് പലരും, അല്ലേ? പക്ഷേ ഇവിടെ ഒരു കാര്യം ഓർക്കണം, നിങ്ങൾ സുവിശേഷം പറഞ്ഞു ശരിയാണ്, അല്ലെ നിങ്ങൾ പണ്ടൊരു മീറ്റിങ്ങിന് വിളിച്ചുകൊണ്ട് പോയി ശരിയാണ്, നിങ്ങളൊരു ദൈവദാസനെ വീട്ടിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിച്ചു, അതൊക്കെ ശരി, അയാളുടെ ഉള്ളിൽ എവിടെയോ ഒരു വിത്ത് വീണു, ശരിയാണ്. പക്ഷേ ഈ വീണ വിത്ത് അത് വളർന്ന് അത് ഫലം കൊടുത്ത് അതിനെ കൊയ്യണമെങ്കിൽ ചിലപ്പം ദൈവം അടുത്തൊരു വേലക്കാരനെ അയക്കണം. ആ വേലക്കാരനെ അയക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പിടികിട്ടിയോ? മേ ബി ഇറ്റ്സ് നോട്ട് നെസസറിലി യു ഹു ആർ ഗോയിങ് ടു റീപ്പ്. ഇത് നമ്മുടെ പ്രശ്നമാണെന്നറിയാമോ? ഭാര്യ രക്ഷിക്കപ്പെട്ടപ്പോൾ തൊട്ട് ഭർത്താവിനോട് സുവിശേഷം പറയാണ്. പറഞ്ഞു ഒരു ദിവസം ഭർത്താവ് എവിടെയോ ദൂരെ ട്രാൻസ്ഫർ ആയി പോയപ്പം അവിടെ ഒരു കൂട്ടുകാരൻ നല്ല വിശ്വാസി ഉണ്ടായിരുന്നു. ആ കൂട്ടുകാരൻ എന്ത് ചെയ്തു? സ്നേഹത്തോടെ അവനോട് പെരുമാറി അവൻ ഈ യേശുവിനെ അങ്ങ് സ്വീകരിച്ചു. അവിടെ ആ കൂട്ടുകാരൻ്റെ കൂടെ അവൻ്റെ ചർച്ചിലും പോയി. അവസാനം അടുത്ത അവധിക്ക് വന്നപ്പോൾ എന്ത് ചെയ്തു? ആ കൂട്ടുകാരൻ്റെ ചർച്ചിൻ്റെ ബ്രാഞ്ച് ഇവിടെ ഉണ്ട്. അവൻ ഈ ചർച്ചിൽ വന്നിട്ട് സ്നാനപ്പെടാൻ തീരുമാനിച്ചു. അപ്പം ഭാര്യ പിണങ്ങി. ഞാനല്ലേ സുവിശേഷം ആദ്യം പറഞ്ഞത്? അപ്പം എൻ്റെ കൂടെ എൻ്റെ പള്ളിയിലല്ലേ വരേണ്ടത്? എൻ്റെ പള്ളി വരണേന് വരെ ഏതോ പള്ളിയിൽ പോയി. നീ ആദ്യം വിത്തിട്ടു, ഇത് കൊയ്തെടുക്കാൻ പിന്മഴയ്ക്ക് ശേഷം അടുത്തൊരു വേലക്കാരനെ അയച്ചു. ആ വേലക്കാരൻ നിൻ്റെ ഭർത്താവിൻ്റെ കൂട്ടുകാരനായിരുന്നു, അല്ലേ? ഇതി പിണങ്ങി അത് രക്ഷയേ അല്ല, അത് ശരിക്കുള്ള മാനസാന്തരമേ അല്ല എന്ന് പറയുന്ന ഭാര്യ വരെ എനിക്കറിയാം. പ്രശ്നം എന്താണെന്നറിയാം? ഞാൻ പറഞ്ഞ സുവിശേഷം കേട്ടിട്ടല്ല രക്ഷിക്കപ്പെട്ടത്. ഇത് എവിടെയോ പോയി. പിന്നെ വേറൊരു ഗുണമുണ്ട്, ഈ ഭർത്താക്കന്മാരെ ചിലർ ഈ ഗൾഫിലോട്ട് പറഞ്ഞു വിടും. അത് സത്യം പറഞ്ഞാൽ നല്ലൊരു സ്ഥലമാണ്. ഒത്തിരി ഭർത്താക്കന്മാർ അവിടെ പോയി രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പ്രശ്നം, ഭർത്താവ് അവിടെ പോയി രക്ഷിക്കപ്പെട്ടിട്ട് ഇവിടെ ഒന്ന് സ്നാനപ്പെടുന്ന TPM-ലായിരിക്കും. അതാണ് വലിയ പ്രശ്നം. അയ്യോ അതെനിക്ക് പറ്റത്തേ ഇല്ല, അത് പറ്റത്തില്ല, ഇയാളെ നരകത്തിൽ പോയാലും കുഴപ്പമില്ല, എൻ്റെ സഭയിൽ വന്നില്ലെങ്കിൽ ഇയാൾ പിന്നെ രക്ഷിക്കപ്പെടണ്ട എന്ന് വാശി പിടിക്കുന്നവരെ എനിക്കറിയാം. കൊയ്ത്തിന് വേലക്കാരെ അയക്കാൻ പ്രാർത്ഥിക്കുമ്പോൾ സൂക്ഷിച്ചോണം. ദൈവം നിങ്ങളത് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേലക്കാരനെ ആയിരിക്കത്തില്ല അയക്കുന്നത്. ദൈവം ചിലരെ അയക്കും. അവർ പോയി എന്ത് ചെയ്യും? അതിങ്ങ് അറുത്തെടുത്തോണ്ട് വരും, അതിങ്ങ് കൊയ്തുകൊണ്ട് വരും, അല്ലേ? അതുകൊണ്ട് ഒരു പ്രിൻസിപ്പിൾ ബൈബിളിലുണ്ട്. ഞാൻ നട്ടു, മറ്റൊരാൾ വെള്ളം ഒഴിച്ചു, വളരെ വേറാക്കുന്നത് ദൈവം. ഇത് പൗലോസിനെ അറിയായിരുന്നു. ഇറ്റ് ഈസ് ഐ ഹു planted, someone watered, but ഈ ഗ്രോത്ത് ആരാ തന്നത്? ഇറ്റ്സ് ഗോഡ്, അല്ലേ? അതുകൊണ്ട് വാസ്തവമായിട്ട് രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ സ്ഥലത്തിൽ എത്തുക എന്നുള്ളത് അത് കർത്താവാണ് ചെയ്യുന്നത്. അതിനകത്ത് ഓരോ കാലങ്ങളിൽ ദൈവം നമ്മളെ ഓരോരുത്തരും ഉപയോഗിക്കും. വിത്തിടാൻ ചിലർ ഉപയോഗിക്കും, വെള്ളമൊഴിക്കാൻ ചിലർ, വളവിടാൻ ചിലർ ഉപയോഗിക്കും. പക്ഷേ അത് റീപ്പ് ചെയ്ത് ഈ കളപ്പരയെ കൊണ്ടുവരാനും ദൈവം ചിലർ ഉപയോഗിക്കും, പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അതിന് നമ്മളാരും പിണങ്ങരുത്, അവിടെ ആരും നിർത്തിക്കളരുത്. അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ ഈ പറഞ്ഞ പോലെ മുൻമഴയും പിന്മഴയും വേണം, അല്ലേ? പിന്മഴ കഴിയുമ്പോഴാണ് അത് കൊയ്ത്ത് പൂർണ്ണമാകുന്നത്. അങ്ങനെയെങ്കിൽ അത് പോയി കൊയ്തെടുത്തുകൊണ്ട് വരാൻ വേലക്കാരി അയക്കണമേ കർത്താവേ എന്നുള്ള പ്രാർത്ഥന നമ്മൾ അയക്കും. ഞാൻ രാവിലത്തെ സർവീസിൽ പറഞ്ഞ ഒരു സംഭവം കൂടെ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. പലപ്പോഴും നമ്മൾ സുവിശേഷം പറയാത്തത് കൊണ്ടോ ഈ പറഞ്ഞ പോലെ ചർച്ചയിൽ വിളിച്ചുകൊണ്ട് വരാത്തതുകൊണ്ടോ ഒന്നുമല്ല ഓരോരുത്തരും രക്ഷിക്കപ്പെടാത്തത്. നമ്മളോട് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ട് ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ പോയി സാക്ഷികളാവും. പലപ്പോഴും നമ്മുടെ സാക്ഷ്യരഹിത ജീവിതമാണ് അനേകർ ഇന്നും രക്ഷയിലേക്ക് പൂർണ്ണമായി വരാത്തത്. അവർക്ക് രക്ഷിക്കപ്പെടണമെന്നുള്ള ആവശ്യം അറിയാം, അല്ലേ? അവരുടെ രക്ഷയുടെ സുവിശേഷം അവർക്കറിയാം, എല്ലാം പോയിൻ്റ് ബൈ പോയിൻ്റ് അവർക്കറിയാം. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ രക്ഷാ നിർണയത്തിലേക്കോ അല്ലെങ്കിൽ രക്ഷയുടെ ഒരു പൂർണ്ണതയിലേക്കോ ഒന്നും അവർ വന്നിട്ടില്ലായിരിക്കും. ശരിയാണ്. അതിന് ഒരു കാരണം നമ്മുടെ ദൈവസ്നേഹത്താലുള്ള നമ്മുടെ ഒരു ജീവിതവും ദൈവസ്നേഹത്താലുള്ള അവരോടുള്ള നമ്മുടെ സമീപനവും അതാണ് അവരെ ഈ രക്ഷയിലേക്ക് പൂർണ്ണമായും കൊണ്ടുവരുന്നത്, പ്രിയപ്പെട്ടവരെ. അതിനൊരു ഉദാഹരണമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു സഹോദരൻ, അദ്ദേഹം ഒരു പാസ്റ്ററൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ ഒത്തിരി ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല. അദ്ദേഹം, തനിക്കൊരു മകനുണ്ടായിരുന്നു. അവൻ കോളേജ് പഠിക്കുന്ന നേരത്ത് കുറേ തല്ലിപ്പൊളി കൂട്ടുകാരുടെ കൂടെ കൂടി മദ്യപാനിയായി. ഒരു സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ തികഞ്ഞ മദ്യപാനിയായി. പാതിരാത്രി ആകുമ്പോഴേക്കും വീട്ടിലെത്തും. ഈ അപ്പൻ എന്ത് ചെയ്യും? ഗേറ്റ് പൂട്ടാതെ വരാന്തയിൽ ഒരു ലൈറ്റ് ഇട്ട് ഇങ്ങനെ ഇരിക്കും. ഒരു പാതിരാത്രി കഴിയുമ്പം കൂട്ടുകാരന്മാർ കൊണ്ട് ഇവനെ ഓട്ടയെ കൊണ്ട് ഇറക്കി വിട്ടിട്ട് പോകും. ഇവനിങ്ങനെ ആടി ഗേറ്റിൻ്റെ അവിടെ വന്ന് അത്തോട്ട് കയറാൻ പോലുമുള്ള ജീവനില്ല. ഇയാൾ എഴുന്നേറ്റ് നിന്ന് അവനെ അത്തോട്ട് കയറ്റി ഗേറ്റ് അടച്ച് പൂട്ടി വരും. ഇവൻ നേരെ ആടി ചെന്ന് ഇവൻ്റെ ബെഡ്റൂമിലോട്ട് വല്ലവനെയും ചെന്നങ്ങോട്ട് കയറുന്നതും മുഴുവൻ അങ്ങ് ഛർദ്ദിക്കും.
എന്നിട്ട് നേരെ കിടക്കയിലോട്ടൊന്ന് ഒറ്റ കിടപ്പ്, കിടന്നു പാടെ അവനും ഉറങ്ങും. അപ്പൻ വീട്ടിനകത്തോട്ട് കയറി കതവ് പൂട്ടി ഇവൻ്റെ മുറിയിൽ ചെന്ന് തൊട്ടി എടുത്തുകൊണ്ട് വന്ന്, ചൂലെടുത്തുകൊണ്ട് വന്ന്, വെള്ളം എടുത്തുകൊണ്ട് വന്ന് ഇത് മൊത്തം കോരി എല്ലാം കഴുകി തുടച്ച് ഒരു മണിക്കൂറത്തെ പരിപാടിയാണ്. എന്നിട്ട് മുറിയിലോട്ട് നോക്കുമ്പോൾ അവൻ കമന്ന് കിടന്ന് നല്ല ഉറക്കം. ആ ഷീറ്റും എടുത്തവൻ്റെ മേളിലൂടെ പുതച്ചിട്ട് അപ്പം പോയി തൻ്റെ മുറിയിൽ പോയി കിടന്നുറങ്ങും. ഈ അപ്പനെ സകലരും കുറ്റം പറഞ്ഞു. തൻ്റെ കുടുംബക്കാർ കുറ്റം പറഞ്ഞു, തൻ്റെ കൂട്ടുകാർ കുറ്റം പറഞ്ഞു, തൻ്റെ സഭക്കാർ കുറ്റം പറഞ്ഞു, അയൽക്കാർ കുറ്റം പറഞ്ഞു. സാർ എന്തിനാണ് ഇവനെ കാത്തിരിക്കുന്നത്? സാറ് 10 മണിയാകുമ്പോൾ ഗേറ്റ് പൂട്ടി സാറ് പോയി കിടന്നുറങ്ങുക, അവൻ വെളി കിടന്നുറങ്ങട്ടെ. ഇനി അവനകത്ത് അഥവാ കയറി ഈ ഛർദ്ദിക്കുമ്പോൾ എന്തിനാണ് സാറ് വൃത്തിയാക്കുന്നത്? അവൻ നേരം വെളുത്ത് എഴുന്നേറ്റ് ക്ലീൻ ചെയ്യട്ടെ. സാർ എന്തിനാണത് ചെയ്യുന്നത്? ഞാനൊന്നും മിണ്ടിയില്ല, ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം കണക്കിലധികം കുടിച്ച് ഒരു ബോധമില്ലാതെ വന്നു. പതിപോലെ അപ്പൻ ഗേറ്റ് തുറന്ന് അകത്ത് കയറ്റി കതവ് പൂട്ടി ഇവനകത്ത് ചെന്ന് കയറി പാടെ എല്ലാം കൂടെ ഛർദ്ദിച്ചു. കിടക്കയിലോട്ട് ഒന്നും മറിഞ്ഞു. അപ്പൻ പതിപോലെ ചൂലും തൊട്ടിയും വെള്ളവും എല്ലാം എടുത്തുകൊണ്ട് വന്ന് എല്ലാം വൃത്തിയാക്കിയിട്ട് ഇദ്ദേഹം തൻ്റെ മുറിയിലോട്ട് കിടക്കാൻ പോയി ലൈറ്റ് അണച്ചിട്ട് കട്ടിലോട്ടങ്ങോട്ട് ഇരുന്നതും പുറകിൽ ആരോ നിൽക്കുന്ന പോലെ തോന്നി. പെട്ടെന്ന് തിരിഞ്ഞപ്പം ഈ മകൻ അവൻ വന്നിട്ട് നേരെ കാലിലോട്ട് വീണ് 2 കാലും കെട്ടിപ്പിടിച്ചിട്ട് ഇവൻ ഏങ്ങി കരയാൻ തുടങ്ങി. എന്നിട്ട് അവനൊറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ, പപ്പ എന്തിനാണ് എന്നെ സ്നേഹിക്കുന്നത്? വൈ ആർ യു ലവിങ് മീ? വൈ ഡു യു ലവ് മീ? എന്തിനാണ് എന്നെ സ്നേഹിക്കുന്നത്? എന്തുകൊണ്ടാണ് എന്നെ സ്നേഹിക്കുന്നത് പപ്പ? ഞാൻ ഒരു കണക്കിന് സ്നേഹത്തിന് ഞാൻ അർഹനല്ലല്ലോ. പപ്പയുടെ സ്നേഹത്തിന് ഞാൻ അർഹനല്ലല്ലോ. പപ്പ എന്തിനാ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത്? അങ്ങനെ ഒന്നും മിണ്ടിയില്ല. ഇവൻ വിടുന്നില്ല. അവൻ കാല് കെട്ടിപ്പിടിച്ച് പൊട്ടി കരയുക. അവനൊറ്റ ചോദ്യം, എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത്? അപ്പനിങ്ങനെ അവൻ്റെ തലയിലിങ്ങനെ തലോടി. അവൻ കെട്ടിപ്പിടിച്ച് കിടക്കുക, കാല് തലോടി. അവസാനം അപ്പം പറഞ്ഞു, മോനെ, പപ്പ അല്ല നിന്നെ സ്നേഹിക്കുന്നത്, യേശുവാ സ്നേഹിക്കുന്നത്. പപ്പയ്ക്ക് നിന്നെ സ്നേഹിക്കാൻ പറ്റത്തില്ല മോനെ. പലപ്പോഴും നിന്നെ സ്നേഹിക്കണ്ടെന്ന് എല്ലാവരും പറഞ്ഞപ്പം ഞാനും നിർത്തിയേക്കാമെന്ന് വിചാരിച്ചു. പല ദിവസം ഞാനും തീരുമാനിച്ചു, ഇന്ന് വരുമ്പോൾ ഞാൻ കഥ ഉറക്കത്തില്ല, ഇന്ന് ഞാനിത് ചെയ്യത്തില്ല എന്ന് തീരുമാനിച്ചതാ. പക്ഷെ വീണ്ടും പപ്പയുടെ ഉള്ളിലിരിക്കുന്ന യേശു നിന്നെ സ്നേഹിക്കുന്ന കാരണം പപ്പ വീണ്ടും ആ സ്നേഹം നിന്നോട് കാണിച്ചതാ മോനെ. അതുകൊണ്ട് പപ്പായ്ക്ക് ഒരിക്കലും നിന്നെ സ്നേഹിക്കാൻ പറ്റത്തില്ല. പക്ഷേ പപ്പായുടെ ഉള്ളിലുള്ള യേശു മൂലം പപ്പായ്ക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഈ സ്നേഹത്തിൻ്റെ ക്രെഡിറ്റ് പപ്പായ്ക്കല്ല, ഇത് യേശുവിനാണ്. അതുകൊണ്ട് മോനെ, യേശു മോനെ സ്നേഹിക്കുന്നു. അവൻ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, പപ്പ എനിക്ക് യേശുവിനെ വേണം. അന്ന് രാത്രി അവൻ യേശുവിനെ സ്വീകരിച്ചു. അവൻ്റെ മദ്യപാനം നിർത്തി, അവൻ നേർവഴിക്കായി. ഡീറ്റെയിൽസ് പറയുന്നില്ല. ലോകമെമ്പാടുമുള്ള ഒരു വലിയ ബൈബിൾ ട്രാൻസ്ലേഷൻ മിനിസ്ട്രിയുടെ ഹെഡാണ് ഇന്ന് അദ്ദേഹം. ലോകത്ത് പല രാജ്യങ്ങളിൽ ദൈവവചനം തർജ്ജമ ചെയ്ത് അനേക ലക്ഷങ്ങൾക്ക് കൊടുക്കുന്നതിന് കാരണമാണ് ആ മനുഷ്യൻ, ഈ ചെറുപ്പക്കാരൻ. അന്ന് ചെറുപ്പക്കാരനല്ല അദ്ദേഹം. ഞാൻ ചോദിച്ചോട്ടെ, ഇത്രയും വലിയൊരു മനുഷ്യനെ ദൈവം കാത്തിരിക്കുക, ലോകത്തിന് കൊടുക്കാനുള്ളതാണ് ഈ മനുഷ്യൻ. ഏതാ? യേശുവിനെ അനേകർ കൊടുക്കാനുള്ളവനാ. പക്ഷേ ഇന്നവനെന്താ? മദ്യപിച്ച് വന്ന് ഛർദ്ദിച്ചിടുന്നു. പക്ഷേ ആ മദ്യപിച്ച് അവിടെ വന്ന് ഛർദ്ദിച്ചിട്ടപ്പം അത് ഒരു വെറുപ്പും കൂടാതെ പോയി, ക്ഷമയോടെ പോയി അവിടെ ചെന്ന് വൃത്തിയാക്കി അവനെ അംഗീകരിച്ച ആ ദൈവസ്നേഹം അവനെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്നു. മനസ്സിലായോ? 2023 നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചു, ഒരു മാറ്റവും കാണാതെ നിങ്ങൾ നിർത്തിയെങ്കിൽ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, നിർത്തണ്ട. മുൻമഴ കിട്ടി, ഇനി പിന്മഴയും കൂടെ കിട്ടണം. കൊയ്ത്തിൻ്റെ യജമാനോട് പ്രാർത്ഥിക്കുക. കൊയ്ത്തിന് വേലക്കാരെ ദൈവം അയക്കും. നമ്മൾ പറയുന്ന സുവിശേഷമല്ല ഒരുപക്ഷെ ഒരാളെ രക്ഷിക്കുന്നത്, ആ സുവിശേഷത്തിനുള്ള ശക്തിയാണ്. അതെന്താണ് ശക്തി? ആ വാക്കിൻ്റെ ഘടനയിലെ കട്ടിയൊന്നുമല്ല,
ആ സാക്ഷിയാകുന്ന വ്യക്തിയുടെ ജീവിതം, ആ ജീവിതത്തിലൂടെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന സ്നേഹം, ആ സ്നേഹത്തിൻ്റെ ക്രെഡിറ്റ് ആർക്കേ കൊടുക്കാവൂ? ദൈവത്തിന് മാത്രമേ കൊടുക്കാവൂ. കണ്ണടയ്ക്കുമോ? നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ആർ വി പ്രേയിങ് ഫോർ ദ ലോസ്റ്റ്? ആർ വി പ്രേയിങ് ഫോർ ദ ലോസ്റ്റ്? നമ്മൾ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? 2024 കർത്താവ് തരുന്നുവെങ്കിൽ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല, നഷ്ടപ്പെട്ടവരിലേക്ക് ഏതെങ്കിലും തരത്തിൽ ദൈവസ്നേഹവുമായി ചെല്ലുവാൻ ലഭിക്കുന്ന ഓരോ അവസരവും, ഒരവസരം പോലും പാഴാക്കാതെ ദൈവസ്നേഹം പോയി പ്രദർശിപ്പിക്കുന്ന അവസരങ്ങളാക്കി മാറ്റട്ടെ. അതിനായി ദൈവകരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൽ നമുക്ക് കഴിയുമെങ്കിൽ എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവേ, 2023 ഞങ്ങളെ വിട്ടു പോകുമ്പോൾ കർത്താവെ, ഞങ്ങൾ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്ന് രാത്രി. പക്ഷേ ഈ രാത്രി കർത്താവ് പ്രവേശിക്കുന്നതിന് മുമ്പ് ഞങ്ങളൊരു തീരുമാനം എടുക്കുന്നപ്പാ. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും, വേണമെങ്കിൽ സഭയ്ക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കും, ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. പക്ഷെ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിച്ചില്ലപ്പാ. ഇനി പുറത്തുള്ള നഷ്ടപ്പെട്ടവരല്ലപ്പാ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നഷ്ടപ്പെട്ടവരുണ്ട്. അവർക്ക് വേണ്ടി കർത്താവെ ഞങ്ങൾ പലപ്പോഴും പ്രാർത്ഥിച്ചു, പലയിടത്തും ഞങ്ങൾ ചെയ്തു നോക്കി. പക്ഷെ ഫലം കാണാത്തതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥന നിർത്തി. ഞങ്ങളുടെ യജ്ഞം ഞങ്ങൾ എവിടെയോ വെച്ച് അവസാനിപ്പിച്ച് കളഞ്ഞു. ഇന്ന് ഞങ്ങൾ കർത്താവെ ക്ഷമ ചോദിച്ചു മടങ്ങി വന്ന് വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങുന്നപ്പാ. ഞങ്ങൾ വാസ്തവമായിട്ടും അങ്ങനെയുള്ളവർ രക്ഷിക്കപ്പെടും. അവർ യേശുവിനെ അറിയും. അവരെ കർത്താവെടുത്ത് ശക്തമായ ഒരു കാലത്ത് ഉപയോഗിക്കും. പക്ഷേ അതിന് കർത്താവ് യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ സാക്ഷിയായി എൻ്റെ വീട്ടിലായിരിക്കുവാൻ, എൻ്റെ സമൂഹത്തിലായിരിക്കുവാൻ എന്നെ ഇതാ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്ന് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ചട്ടെ. എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിച്ചട്ടെ. കർത്താവെ, ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കേട്ട വചനം കർത്താവെ വാസ്തവമായ ഞങ്ങളുടെ ഉള്ളിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് ഞങ്ങൾക്കൊരു രൂപാന്തരം തന്ന് കർത്താവെ, ഞങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ആയിത്തീരുവാൻ ഞങ്ങളെല്ലാം ഒന്നുകൂടെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ പുതിയ വർഷം ഞങ്ങൾക്ക് തരുന്നുവെങ്കിൽ അങ്ങയുടെ സാക്ഷികളാകുവാൻ, അതേസമയം നഷ്ടപ്പെട്ടു പോകുന്നവർക്ക് വേണ്ടി നിരന്തരം ഉരുവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ, ഞങ്ങളുടെ ജീവിതം മൂലം കർത്താവെ ദൈവസ്നേഹം ഞങ്ങളുടെ ജീവിതത്തിലൂടെ പ്രദർശിപ്പിച്ച് കർത്താവെ ദൈവരാജ്യത്തിലേക്ക് അനേകരെ കൊണ്ടുവരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇവിടെ സഹായിക്കണമേ. പ്രാർത്ഥന അതിനും കേട്ടിരിക്കാതെ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർക്ക് കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.